ദാവീദേ, ഗോലിയാത്ത് നിന്റെ മുൻപിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ ഞാൻ അഭിഷേകം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെടുള്ളൂ. ദാനിയേലേ, സിംഹത്തിന്റെ കുഴി നിന്റെ മുൻപിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ നീ സേവിക്കുന്ന ദൈവം ആരാന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ. മോശേ, പിറുപിറുക്കുന്ന ഒരു ഇസ്രായേൽ ജനവും വെല്ലുവിളിക്കുന്ന ഒരു ഫറവോയും നിന്റെ പുറകിലുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചെങ്കടൽ രണ്ടാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിലൂടെ പോകുന്നെങ്കിൽ മക്കളെ, അത് നിങ്ങളുടെ അവസാനമല്ല മക്കളെ, അത് നിങ്ങളുടെ പർപ്പസിലേക്കുള്ള വഴിയാണ്. ഈ പ്രോസസ്സിൽ പാത്രത്തെ കുശവൻ കടത്തിവിടുമ്പോൾ ഈ പ്രോസസ്സ് കഴിഞ്ഞ് ഈ പാത്രത്തെ പുറത്തെടുത്ത് കുശവൻ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. ഒന്ന് മുട്ടി നോക്കും. ആ മുട്ടിന്റെ ടോൺ കേട്ട് കഴിയുമ്പോഴാണ് ഇവൻ നന്നായിട്ട് പ്രോസസ്സിലൂടെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവന്റെ മേളിൽ ഒരു പ്രൈസ് ടാഗ് വീഴും. കർത്താവ് ചോദിക്കുന്നു, ഇസ്രായേൽ ഗൃഹമേ, ദൈവജനമേ, സഹോദരി സഹോദരന്മാരെ, കുശവൻ ഈ കളിമണ്ണിനോട് ചെയ്തതുപോലെ എനിക്ക് നിങ്ങളുടെ കൂടെയും ചെയ്തുകൂടായോ? എനിക്ക് നിങ്ങളോടും ഇത് ചെയ്തുകൂടായോ? എനിക്കൊന്ന് ഉടയ്ക്കണമെന്ന് തോന്നിയാൽ ഒന്ന് ഉടയാൻ ഏൽപ്പിച്ച് തരുമോ? എനിക്കൊന്ന് പണിയണമെന്ന് തോന്നിയാൽ എൻ്റെ കയ്യിലോട്ടൊന്ന് കയറിയിരിക്കുവോ? എൻ്റെ സാന്നിധ്യത്തിൽ നീ നിൽക്കുവോ? നിന്നാൽ അനേകർക്ക് പ്രയോജനമുള്ള ഒരു നല്ല പാത്രമാക്കി കർത്താവ് നിങ്ങളെ മാറ്റി. കർത്താവ് നിങ്ങളെ മാറ്റി. ഒരിക്കൽ ഇതേ കുശവൻ ഏദൻ തോട്ടത്തിൽ മണ്ണെടുത്ത് കുഴച്ചു. അവൻ പാത്രത്തെ മെനഞ്ഞു. ആ പാത്രത്തിന്റെ പേര് മനുഷ്യൻ എന്നായിരുന്നു. എന്നാൽ കുശവൻ അന്ന് ഏദനിൽ മണ്ണ് കൊണ്ട് മെനഞ്ഞ ഈ പാത്രം പോലെ തന്നെ പാതി വഴിയിൽ ചീത്തയായിപ്പോയി. പാതി വഴിയിൽ കുശവന്റെ സ്വപ്നങ്ങൾക്കൊത്തവണ്ണം കേറി വരാതെ അവൻ തകർന്നു പോയി. എന്നാൽ തകർന്നു പോയ ആ മൺപാത്രത്തെ വീണ്ടും പണിയാൻ ദൈവം തന്റെ പുത്രനെ വിണ്ണിൽ നിന്ന് ഈ താഴ്ഭൂമിയിലേക്ക് അയച്ചു. തകർന്നു പോയ ആ പാത്രങ്ങളെ പണിയാൻ ദൈവം തന്റെ പുത്രനെ വിണ്ണിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അയച്ചു. അതൊത്തിരി തകർന്ന പാത്രങ്ങളെ പണിതു. മഗ്ദലക്കാരത്തി മറിയയുടെ ജീവിതത്തെ പണിതെടുത്തു. സക്കായിയെ പണിതെടുത്തു. ആമേൻ ആമേൻ. ചുങ്കക്കാരെയും മുക്കുവന്മാരെയും സുവിശേഷകരാക്കി തകർന്ന ജീവിതങ്ങളെ മുഴുവൻ അവൻ പണിതെടുത്തു. എന്തുകൊണ്ടാണ് തകർന്ന പാത്രങ്ങളെ പണിയാൻ ദൈവം ഈ ഭൂമിയിൽ നിന്ന് പിന്നൊരു മൺപാത്രത്തെ എടുക്കാഞ്ഞത്?